CPM ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേരളത്തിലുണ്ട് MP ആയിട്ട്. ഞാൻ അതിന്റെ പക്ഷെ CPM ഏതെങ്കിലും തരത്തിൽ ജാതിയും മതവും പറഞ്ഞിട്ടല്ല കണക്ക് പറയുന്നത്. അല്ല, ജാതിയും മതവും പറഞ്ഞിട്ട് ഞങ്ങൾ ഇതുവരെ കണക്ക് പറഞ്ഞിട്ടില്ല. ജാതിയും ഇതുവരെ താങ്കൾ ചർച്ചയിലുടനീളം അളന്നു കുറിച്ച് പറഞ്ഞു. എങ്കിൽ എത്ര ക്രൈസ്തവ MP മാരും MLA മാരും ഉണ്ട് എന്നുള്ള കണക്ക് താങ്കൾ വയ്ക്കൂ. ഞാൻ അത്രയല്ലേ ചോദിച്ചോളൂ. കണക്ക് പറയുന്നതിന് എന്താ പ്രശ്നം? അല്ല, ഞങ്ങളുടെ പിന്നെ MLA മാരോ MP മാരോ നിങ്ങളെ പോലെ ജാതിയോ മതമോ പറഞ്ഞിട്ടല്ല അവർ സത്യപ്രതിജ്ഞ പോലും ചെയ്യുന്നത്. ജാതിയും മതവും പറഞ്ഞിട്ടല്ല. പക്ഷെ എങ്കിലും വിഷ്ണു ഓർമ്മിച്ചാൽ മതി, ജോൺ ബ്രിട്ടാസ് ഞങ്ങൾക്ക് MP മാരുടെ എണ്ണം കുറവാ. നിങ്ങളുടെ അത്ര 240 ഞങ്ങൾക്ക് 4 ഉള്ളൂ. 4 or 6 ഉള്ള കൂട്ടത്തിൽ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള MP മാർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടാൽ മതി. അതുപോലെ കേരളത്തിലെ MLA മാരുടെ കൂട്ടത്തിലും ക്രിസ്തീയ പേരുകളുള്ള ആളുകൾ CPM-ന്റെ ഭാഗമായിട്ടുണ്ട്. ഞാൻ അങ്ങനെ പറയുള്ളൂ. അവര് പിന്നെ അല്ലാതെ മതവിശ്വാസികളായിട്ട് എണ്ണിയിട്ട് ഇന്ന മതത്തിൽ നിന്ന് ഇത്ര, ഇന്ന ജാതിയിൽ നിന്ന് ഇത്ര എന്ന് CPM പറയില്ല. പക്ഷേ നിങ്ങൾക്ക് CPM MP മാരുടെ MLA മാരുടെ പേരും CPM MP മാരുടെ പേരും എടുത്താൽ പൊതുവെ നമ്മുടെ പൊതുബോധത്തിൽ ക്രിസ്തീയ പേരുകളായി പരിഗണിക്കുന്ന പേരുകൾ കാണാം. അത് ഉറപ്പായിട്ടുണ്ട്. പക്ഷെ താങ്കൾ ഇവിടെ പാർട്ടിയേക്കാൾ ഈ രാജ്യത്ത് കൂടുതലുള്ള പാർട്ടിയുടെ പേരാണ് ഭാരതീയ ജനതാ പാർട്ടി. അല്ല BG വിഷ്ണു, ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വിഷ്ണു ഒരൊറ്റ കാര്യം വിഷ്ണു, ഇതാ ഒരു മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കേന്ദ്ര മന്ത്രിസഭയിൽ എത്ര മുസ്ലിം മന്ത്രിമാരുണ്ട്? അവരും ഈ രാജ്യത്ത് ന്യൂനപക്ഷമാണല്ലോ. എത്ര മുസ്ലിം മന്ത്രിമാരുണ്ട്? എത്ര മുസ്ലിം MP മാരുണ്ട്? രാജ്യത്ത് നിങ്ങൾക്ക് എത്ര മുസ്ലിം MLA മാരുണ്ട്? നിങ്ങൾ എവിടെ എത്ര പേര് മുസ്ലിം സ്ഥാനാർത്ഥികൾ? അപ്പൊ ക്രിസ്തീയ ന്യൂനപക്ഷത്തിന് നിങ്ങൾ പരിഗണന കൊടുക്കുമ്പോൾ എന്താണ് മുസ്ലിം ന്യൂനപക്ഷത്തോട് നിങ്ങളുടെ താല്പര്യം? അതുകൂടി ഒന്ന് പറഞ്ഞു പോയിക്കോ.